ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1408 ദിവസമായ ഇന്ന് 2025 മാർച്ച് മാസം 23 ഞായറാഴ്ച. 1200 ആണ്ട് മീനമാസം 9 ഗുരുവചനങ്ങളിലൂടെ. ഉൾഭാഗത്ത് സൂര്യപ്രകാശവും ശുദ്ധവായുവും കടക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുക. ശുചിത്വമില്ലാത്ത വസ്തുക്കളെ ഉപേക്ഷിക്കുക. എല്ലായിടവും നിത്യേന തൂത്ത് വെടിപ്പാക്കുക. പരിസരങ്ങളിൽ മലമൂത്ര വിസർജനമില്ലാതിരിക്കുക. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പരിമള വസ്തുക്കൾ പുകയ്ക്കുക. ഇവയാറും ഗൃഹശുദ്ധിയെ നൽകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ 7ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ദൈവം ആ ഭക്തോത്തമൻ്റെ ദൃഷ്ടിയിൽ അമോഘമായ ജ്ഞാനവെൺമുത്താണ്. തൻ്റെ കരളിലിരുന്ന് കളിച്ചിടുന്ന കോലവും വേറാരുമല്ല. ജ്ഞാനതൃജ്ഞേയങ്ങൾ തമ്മിൽ പുണർന്ന് ഏകീഭാവം പൂണ്ടുനിന്ന ആ നിമിഷങ്ങളിൽ അവിടുന്ന് അഖണ്ഡാനുഭൂവിലെഴും തണ്ടാരിൽ വീണ് അങ്ങനെ ഉള്ളിലുണർന്ന ധങ്കാരം കേട്ടുണർന്ന് മതിതാമരത്തേൻ ഇനിമയോടാസ്വദിപ്പാൻ തനിക്കാരും കൂട്ടില്ലാതായി. തൻ്റെ മനോമൗന വീട്ടിൽ വിളക്കായി സ്വാത്മാവ് തന്നെ വെയിലും നിലാവും വിഴുങ്ങി കനലൊള്ളി നടുവിൽ കാലും ഊന്നിപ്പിടിച്ച മയിലിന്മേലാടുന്ന ഒരുണ്ണിയായി തീർന്നത്രേ. പച്ചപ്പൊൻ മയിലേറി ചാഞ്ചാടുന്ന ആ ഓമനക്കുമാരൻ തൻ്റെ ഹൃദയനഭസിൽ തന്നെ സദാ വിഹരിക്കുന്നു. വാചാമഗോചരമായിരുന്ന ആ അനുഭൂതി, ആ ഗംഭീര നിർവൃതിയുടെ ഉജ്ജ്വല പ്രവാഹം ചിലപ്പോഴെല്ലാം മൗനഭേദനം ചെയ്ത് നാദഭൂവിൽ കടന്നുവന്ന് കവിതാ നിർദ്ധരികളായി ഒഴുകിയതാണ് ആദ്യകാല കൃതികളെന്നറിയപ്പെടുന്ന കീർത്തനാവലികൾ. അക്കാലത്ത് ഗുരുവിനുണ്ടായിരുന്ന ആന്തരിക ദർശനത്തിൻ്റെ നിരുപമമായ അനുഭവത്തിൻ്റെ ചില സൂചനകൾ നമുക്ക് ഈ കൃതികളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.